കണ്ണൂരിൽ CPM നിയന്ത്രണത്തിലുള്ള ബാങ്കിൽ 1 കോടി രൂപയുടെ തട്ടിപ്പെന്ന പരാതി. ഇരിവേരി സർവീസ് സഹകരണ ബാങ്കിൽ 10 ലക്ഷത്തിന്റെ 10 വായ്പകൾ ഒരേ ദിവസം അനുവദിച്ചെന്നാണ് പരാതി. വായ്പയെടുത്ത തുക കൈമാറിയത് ഒരു വ്യക്തിക്കെന്നും ആരോപണമുണ്ട്. തട്ടിപ്പ് കണ്ടെത്തിയതോടെ 2 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. 2019 അനുവദിച്ച ബിസിനസ് വായ്പകളിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. മുൻ ഭരണസമിതിക്കും പങ്കുണ്ട് എന്ന ആക്ഷേപം ഉയരുകയാണ്. വിവരങ്ങളുമായി നിഖിൽ അളവൂരിലേക്ക് പോകാം. അതിനു മുൻപ് ഒരു പ്രതികരണം. 9/1/2019 അനുവദിച്ച ലോണുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അപ്പം അതിനു മുന്നേയും ഇതിൽ പറഞ്ഞ ആളുകളെല്ലാം ലോൺ എടുത്ത് കൃത്യമായി ക്ലോസ് ചെയ്യുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ അവർക്ക് ലോൺ കൊടുക്കുന്നത്. പിന്നെ ഇതിൽ ആ ലോണ് തന്നെ തിരിച്ചടവ് വന്നിട്ടുണ്ട്. കോവിഡ് വന്നപ്പോഴാണ് അത് ബ്രേക്കായത്. അതിനുശേഷമാണ് പിന്നെ അടവ് നിന്നത്. പിന്നെയാണ് ഞങ്ങൾ അതിനെ കാലാവധി കഴിഞ്ഞപ്പോൾ അവരെ അന്വേഷിച്ച് പോവുകയും അവർക്ക് വേണ്ടുന്ന പേപ്പറും കാര്യം നടപടികളിലേക്ക് തുടങ്ങിയത്. അപ്പോൾ പിന്നെയും തിരിച്ചു വരുന്നില്ല. പിന്നെ അവർ അതിന് ശേഷം ചെക്ക് തന്നു. ആ ചെക്ക് വ്യാജ ചെക്കാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു ക്ലിയറൻസിന് അയച്ചപ്പോൾ. അപ്പോൾ അത്തരം രേഖകൾ ഒരു ലോണി ഒരു ബാങ്കർ എന്ന രീതിയിൽ അതിൻ്റെ ഗൗരവം കാണാത്ത ഒരു പ്രശ്നം വന്നപ്പോഴാണ് ഇത്തരം ഫയലുകൾ വാങ്ങി വെച്ചത് ഞങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കി. അങ്ങനെയാണ് അവരെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. നിഖിൽ അളവൂർ തുടരുന്നുണ്ട്. നമുക്കിപ്പം നിഖിൽ, ഈ കരിവന്നൂർ മോഡൽ ഒരു വായ്പാ തട്ടിപ്പാണ് CPM നിയന്ത്രണത്തിലുള്ള ഇരിവേരി സർവീസ് എന്ന ബാങ്കിലും നടത്തത് എന്ന് പറയാം. ഒപ്പം തന്നെ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ഒരു 10 ലക്ഷം രൂപ വീതം 10 പേർക്ക് ഒരു ദിവസം വായ്പ അനുവദിക്കുകയും അത് മറ്റൊരാൾ കൈമാറുകയും ചെയ്തു എന്ന രീതിയിലാണ്. അപ്പോൾ എന്താണ് ഇതിൽ പോലീസ് നടപടി എങ്ങനെയാണ്? ഒപ്പം തന്നെ ഈ പോലീസിൽ നൽകിയ പരാതിയിൽ ആദ്യം ഒരാൾക്ക് വേണ്ടി വഴിവിട്ട നീക്കം നടത്തിയെന്ന് പറയുന്നു. പക്ഷേ പരാതിയിൽ അയാളുടെ പേരില്ല എന്ന വിവരങ്ങളും പുറത്തു വരുന്നു. തീർച്ചയായും അത് തന്നെയാണ്. കണ്ണൂരിൽ CPIMന്റെ നിയന്ത്രണത്തിലുള്ള ഇരിവേരി ബാങ്കിൽ 2019 നൽകിയ വായ്പയിലാണ് ഇത്തരത്തിലുള്ള ഒരു ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നത്. 10 പേരുടെ പേരിൽ വായ്പ നൽകുകയായിരുന്നു. ഇത് ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് വായ്പ നൽകിയത് എന്ന് വ്യക്തമാകുന്നുണ്ട്. അഞ്ചരക്കണ്ടിയിലെ ഒരു സ്ഥാപന ഉടമയായ രാകേഷ് എന്നയാൾക്കാണ് ഈ 10 പേരുടെയും പേരിലെടുത്ത പണം 1 കോടി രൂപ ഇയാളുടെ അക്കൗണ്ടിലേക്കാണ്, ഇയാൾക്ക് വേണ്ടിയാണ് ഈ വായ്പ എടുത്തത്. എന്നാൽ ഈ വായ്പ എടുക്കുന്ന സമയത്ത് ബാങ്കിന്റെ രേഖപ്രകാരമുള്ള 10 പേർക്കും ഈ കാര്യം ഇത് വായ്പ എടുക്കുന്നതാണെന്ന് അറിയില്ലായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ 10 പേരും ജാമ്യക്കാർ എന്ന നിലയിൽ വിളിച്ചു വരുത്തിയതിനു ശേഷമാണ് വിത്ഡ്രോ സ്ലിപ്പും ഒപ്പം തന്നെ ഈ ബാങ്ക് ലോൺ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട മറ്റ് രേഖകളിലും ഒപ്പിട്ടത് എന്നും വ്യക്തമാകുന്നുണ്ട്. അങ്ങനെ 1 കോടി രൂപ ഈ രാകേഷ് എന്ന വ്യക്തിക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്നാൽ തിരിച്ചടവ് മുടങ്ങിയതോടുകൂടി ബാങ്ക് ഇയാളെ ഈ 10 ആളുകളെയും സമീപിക്കുന്നു ലോൺ തിരിച്ചടക്കാൻ ആവശ്യപ്പെട്ട്. എന്നാൽ തങ്ങളുടെ പേരിൽ ലോൺ ഇല്ല എന്ന് ഇവർ ബാങ്കിനെ അറിയിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ നേരത്തെ ശരി നിഖിൽ, എന്താണെങ്കിലും കരിവന്നൂർ മോഡൽ ഒരു വായ്പാ തട്ടിപ്പ് തന്നെയാണ് ഇവിടെയും നടന്നിരിക്കുന്നത്. ഒരു ദിവസം തന്നെ പലർക്കും കോടികൾ വായ്പ അനുവദിച്ചു എന്ന പേരിലാണ് തട്ടിപ്പ് നടന്നതായി പരാതി ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. 2019 അനുവദിച്ച ബിസിനസ് വായ്പകളിലാണ് ഈ ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നത്. നിഖിലാണ് വിവരങ്ങൾ നൽകിയത്.